രാജ്യം തകർച്ചയുടെ വക്കിലെന്ന സന്ദേശം നൽകും വിധമുള്ള കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുകയും തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നാരോപിച്ചാണ് മാധ്യമപ്രവർത്തകർക്കുമേൽ കുറ്റം ചുമത്തിയത്. ഇവരിൽ 16 പേർ ഈജിപ്ത് പൗരന്മാരാണ്. 12 മാധ്യമപ്രവർത്തകരെ പിടികിട്ടാപ്പുള്ളികളായും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള സർക്കാർ നടപടി അങ്ങേയറ്റം അപലപനീയമാണെന്ന് അൽ ജസീറ ചാനൽ വക്താവും മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സംഘടനയായ CPGയും അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി മാത്രമാണ് ചെയ്തതെന്നും സർക്കാരിന് ഇഷ്ടമില്ലാത്ത വാർത്തകൾ വരുമ്പോൾ അവരെ ഭീകരരാക്കി മുദ്രകുത്തുകയുമാണ് ചെയ്തതെന്നും CPGയുടെ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ പ്രതികരിച്ചു. They were basically accused of having a different perspective and promoting a different narrative that the government want to see in the media, and that has nothing to do with terrorism. കഴിഞ്ഞ ജൂലൈയിൽ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കി അധികാരത്തിലേറിയ ഇടക്കാല സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി അരങ്ങേറിയ പ്രതിഷേധത്തിന്റെ വാർത്തകൾ നൽകിയതോടെയാണ് അൽ ജസീറയ്ക്കെതിരെ സർക്കാർ നടപടികൾ ശക്തമാക്കിയത്. ഇതിനു മുൻപും ചാനലിലെ നിരവധി ജീവനക്കാരെ സർക്കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭീകരക്കുറ്റവും ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.